ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ റോഡരികിൽ കഴിഞ്ഞ 51 ദിവസവുമായി കൂട്ടിയിട്ടിരുന്ന മാലിന്യം നീക്കം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ ചിലവിൽ മാലിന്യം സംഭരിച്ച് ഗ്രീൻ കേരള കമ്പനിക്കാണ് കൈമാറിയത്. വലിയ പ്രതിഷേധമാണ് മാലിന്യം നീക്കാത്തതിനെതിരെ നടന്നത്. കല്ലൂർക്കാട് പഞ്ചായത്ത് 2ാം വാർഡിൽ ഉൾപ്പെടുന്ന മൂവാറ്റുപുഴ തേനി സംസ്ഥാന പാതയോരത്ത് വൻതോതിൽ തള്ളിയ മാലിന്യം കഴിഞ്ഞ ഒക്ടോബർ 7-നാണ് പുറംലോകമറിഞ്ഞത്. പഞ്ചായത്ത് അധികൃതർ കുമിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യാൻ കാലതാമസം വന്നപ്പോൾ ജനകീയ സമിതിയും കേരള കോൺഗ്രസ് എമ്മിന്റെ യുവജന സംഘടനയായ കേരള യൂത്ത് ഫ്രണ്ട് എമ്മും പ്രതിഷേധ സമരവുമായി രംഗത്തു വരികയും നീണ്ട പ്രതിഷേധ സമര പരമ്പരയ്ക്ക് ശേഷം 51ാം ദിവസം ഗ്രാമപഞ്ചായത്തിന്റെ ചെലവിൽ മാലിന്യം കോരിമാറ്റി ഗ്രീൻ കേരള കമ്പനിയെ ഏൽപ്പിക്കുകയുമായിരുന്നു. നമ്മൾ ആദ്യം തന്നെ എടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തു. ഇതിന്റെ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രേഖാമൂലം സെക്രട്ടറിയും പ്രസിഡന്റും അവിടെ നമ്മുടെ പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തായിരുന്നു. അവരുടെ റെസ്പോൺസ്, നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അറിയിക്കുക, ഞങ്ങൾ അതിന്റെ വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ JHI എല്ലാവരും കൂടി ഒരിക്കൽ കൂടി പോലീസും എല്ലാം വന്ന് ഒരിക്കൽ കൂടി പരിസരം എല്ലാം പരിശോധിച്ചപ്പോൾ നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു ബില്ല് ലഭിക്കുകയാണ് ആദ്യം കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവർക്ക് ഈ പറഞ്ഞ പോലെ നോട്ടീസ് കൊടുത്തു. 2 പ്രാവശ്യം നോട്ടീസ് കൊടുത്തു. 2 പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ടും റെസ്പോണ്ട് കിട്ടിയില്ല. എന്നിട്ട് പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരെ നമ്മൾ നേരിട്ട് തന്നെ ഈ കമ്പനിയിലേക്ക്, പാലാരിവട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എറണാകുളം പാലാരിവട്ടത്തേക്ക് നമ്മൾ ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് തന്നെ സ്റ്റാഫ് പോയി നേരിട്ട് മെമ്മോ കൊടുക്കുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പിറ്റേ ദിവസം വന്നായിരുന്നു, സ്ഥലം സന്ദർശിച്ചു. അവർക്ക് ബോധ്യപ്പെട്ടു, അതായത് അവരുടെ സാധനങ്ങൾ ആണ്, അതായത് അവരുടെ ബില്ലുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മളെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവരും വന്ന് സ്ഥലം സന്ദർശിച്ചപ്പോൾ അവർക്കും ബോധ്യപ്പെട്ടു. അവർ സബ് കോൺട്രാക്ട് കൊടുത്തേക്കുമായിരുന്നു വേറൊരു പാർട്ടിക്ക്, അത് വേസ്റ്റ് മാറ്റാൻ വേണ്ടി. കമ്പനി നേരിട്ട് അല്ലെങ്കിൽ പോലും അവർ കമ്പനി വേറെ ടെൻഡർ കൊടുത്തേക്കുമായിരുന്നു. അവരുടെ ഒരു തോന്നിയാവാസമാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. മാലിന്യം തള്ളിയ എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിക്കെതിരെ പിഴയിടാനും മൗനാനുവാദം നൽകിയ സ്ഥല ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.